പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു സ്പെഷ്യൽ പ്രോഗ്രാമുമായിട്ട് നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആ 10 ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും. 11ാമത് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. 10 ക്വസ്റ്റ്യനാണ് എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പം സാധാരണ നമ്മളെപ്പോഴും ചെയ്യാറുള്ള ഒരു പ്രോഗ്രാം തന്നെ റെഫറൻസ് വായിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് ഇച്ചിരി വ്യത്യസ്തമായിട്ടാണ് ഇപ്രാവശ്യത്തെ റെഫറൻസ് പറഞ്ഞു തരുന്നത്. അപ്പം ഞാൻ വാക്യം പുസ്തകം ഏതാണെന്ന് പറയത്തില്ല, അത് നമ്മുടെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കി അത് പറയണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യം മനസ്സിലാകുന്നവർ കൈ പൊക്കണം. അതിൻ്റെ 12ാം അധ്യായം 42ാം വാക്യം. ഇത് കണ്ട് മനസ്സിലാക്കി പറയണം ഏത് പുസ്തകമാണെന്ന്. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. പുസ്തകം എടുക്കുക, വായിച്ച് കേൾപ്പിക്കുക, കൈ പൊക്കുക ആദ്യമേ. ആരും ആക്റ്റീവ് അല്ലല്ലോ. മകേഷ് ബ്രദറിനും പങ്കെടുക്കാം. ഒരു എനർജിയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ മകേഷ് ബ്രദർ വേണം. 12ാം അധ്യായം 42ാം വാക്യം. കൈ പൊക്കാം. ജാൻസി. വായിക്കാവുന്നവർക്ക് കൈ പൊക്കാം. മനസ്സിലായില്ല ആർക്കും? 12ാം അധ്യായം 42ാം വാക്യം എടുത്തവർക്ക് വായിക്കാം. വായിച്ചു. കറക്റ്റ്. ഓക്കെ. അപ്പം ജാൻസിക്ക് ഒരു പോയിന്റ്. അടുത്ത പിക്ചർ ഡിസ്പ്ലേ ചെയ്യും. 2ാമത്തെ വാക്യം അധ്യായം 9 അധ്യായം 4ാം വാക്യം. 9 കുറച്ച് പാടായിട്ട് തോന്നുന്നുണ്ടല്ലേ? 9 അധ്യായം 4ാം വാക്യം. ഒമ്പത് അധ്യായം 4ാം വാക്യം. തമിഴുകാർക്ക് എനിക്കൊരു ഡൗട്ടുണ്ട്. അതെന്താ ഒരു പടം തന്നെയല്ലേ? അപ്പം അത് പിന്നെയും വന്നിട്ടില്ലേ? ക്ലൂവാ. അപ്പം എങ്ങനെ വരും? അത് വായിച്ചു എടുത്ത് പറയാം. അതാണോ? 9 അധ്യായം 4ാം വാക്യം. 9:4. മതി. ഇത് ആവർത്തനം എന്നാണ്, റിപ്പീറ്റ് ചെയ്തേക്കുമല്ലേ. അപ്പം ആവർത്തനം എന്നാണ് മലയാളത്തിൽ കിട്ടുമായിരുന്നു. തമിഴുകാരെ ആയിരുന്നു എനിക്ക് ഡൗട്ട്. പക്ഷേ ജാൻസി ആൻസർ ചെയ്ത് സെക്കൻഡ് പോയിന്റ് ജാൻസിക്ക്. അടുത്ത ചാപ്റ്റർ 12ാം അധ്യായം 17ാം വാക്യം. 12ാം അധ്യായം 17ാം വാക്യം. 2ാം അധ്യായം 17ാം വാക്യം. ജാൻസി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആർക്കും ഒരു അനക്കവും ഇല്ല. ഇപ്രാവശ്യം മകേഷ് ബ്രദറും ഇല്ല. അപ്പം ജാൻസിക്ക് മാത്രമാകും പോയിന്റുകളെല്ലാം. അടുത്ത 4ാമത്തേത് 7ാം അധ്യായം 10ാം വാക്യം. പറയണ്ട, വായിച്ചു. ഓക്കെ. 4 പോയിന്റും ജാൻസിയാണ് കൊണ്ടുപോയിരിക്കുന്നത്. ജാൻസി ഇച്ചിരി കുറച്ച് പതുക്കെ പറയുകയാണെങ്കിൽ മറ്റവർക്കൂടൊക്കെ ഒരു ചാൻസ്. ഇല്ല അങ്ങനൊന്നുമില്ല, ചുമ്മാ പറഞ്ഞതാ. അതെ. ഓക്കെ നടക്കട്ടെ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. ജാൻസി ഫീലാകണ്ട. ഓക്കെ. അടുത്തത് 2ാം അധ്യായം 5ാം വാക്യം.
വിളിച്ച് പറയരുത്, കൈപോക്ക്. 2 അധ്യായം 5 വാക്യം. അല്ല, ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്ക്, വായിക്ക്. രണ്ടിന്റെ 5. ഓക്കെ, കറക്റ്റ്. ജാൻസിക്ക് വീണ്ടും 5ാമത്തെ പോയിന്റ് ജാൻസിക്കാണ്. അടുത്തത് 37ന്റെ 10. 37ന്റെ 10. ഒരു മിനിറ്റ്. എങ്ങനെ അങ്ങനല്ലേ പറയുന്നേ? 2ന്റെ 5 ഞാൻ പറയൂ. ഓക്കെ. അടുത്തത് 37-ാം അധ്യായം 10-ാം വാക്യം. ഇങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അധ്യായം പറഞ്ഞിട്ടാണല്ലോ അവരതെനിക്ക് വായിച്ച് കേൾപ്പിക്കുന്നത്. പുസ്തകം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, ഞാൻ പറയണം, ആൻസർ ഞാൻ പറയണം. ഓക്കെ, റൈറ്റ്. ഓക്കെ, 37 അധ്യായം 10-ാം വാക്യം വായിച്ചു. ഓക്കെ, ഇത് ഉൽപ്പത്തി 37 അധ്യായം 10-ാം വാക്യം. ഇങ്ങനെയാണോ ഉദ്ദേശിച്ചത്? ഓക്കെ. അടുത്തത് 2-ാം അധ്യായം 10-ാം വാക്യം. 2-ാം അധ്യായം 10-ാം വാക്യം. വിലാപങ്ങളല്ലേ? വിലാപങ്ങൾ 2ന്റെ 10. കറക്റ്റ്, ജിജി ആൻസർ ചെയ്തു. അടുത്ത അധ്യായം 4-ാം അധ്യായം 11-ാം വാക്യം. വായിക്കുന്നത് ആര്? 4-ാം അധ്യായം 11-ാം. കറക്റ്റ്, ജോന 4-ന്റെ 11. ഓക്കെ, അടുത്തത് 13-ന്റെ 22. 13-ന്റെ 22. ആൻസർ കറക്റ്റാണ്. 2 രാജാക്കന്മാർ 13-ന്റെ 22. ഓക്കെ, അടുത്തത് 2-ാം അധ്യായം 9-ാം വാക്യം. 2-ാം അധ്യായം 9-ാം വാക്യം. കറക്റ്റ്, ജാൻസി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്പ്ലേ ഇല്ല, വായിക്കാം. ഏതാ? 2 പത്രോസ് 2-ന്റെ 9. മനസ്സിലായോ? 2 ഉണ്ടായിരുന്നു അവിടെ. ഓക്കെ, 2 പത്രോസ്. ഓക്കെ, ലാസ്റ്റ് ജെറമ്യ. പെട്ടെന്ന് എടുത്ത് വായിക്കണം. ജെറമ്യ 3-ന്റെ 26. ഏറ്റവും കൂടുതൽ പോയിന്റ് മേടിച്ച ജാൻസിക്ക് നെക്സ്റ്റ് വീക്ക് എന്തായാലും പ്രൈസ് ഉണ്ടാവും. ദൈവം അനുഗ്രഹിക്കും.